ഹലോ ഗൈസ്, പത്തനംതിട്ട പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ജയൻ വന്ന് ദേവയാനിയോട് സംസാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഈ മരുമോളോട് തൊട്ടേനും പിടിച്ചതിനൊക്കെ വഴക്കുണ്ടാക്കുന്നേ? അല്ലെങ്കിലും നിനക്ക് മുല്ലപ്പൂ മേടിച്ചു തരേണ്ടത് മകനല്ലല്ലോ, അത് ഞാനല്ലേ. നിനക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ നീ അത് എന്നോടല്ലേ ചോദിക്കണ്ടേ? മകൻ മരുമോക്ക് മേടിച്ചുകൊണ്ട് വന്നപ്പം നിനക്കൂടെ കൊണ്ടുവന്നു, എന്നിട്ട് നീ വഴക്കുണ്ടാക്കേണ്ട കാര്യം എന്തായിരിക്കുന്നതെന്ന് ചോദിക്കുവാണ് കേട്ടോ. അപ്പം ദേവയാനി ചോദിക്കുക, ഇതാരാ പറഞ്ഞു കേൾപ്പിച്ചേ, അവളോ അതോ അവനോ എന്ന് ചോദിക്കുക. ആ സമയത്ത് ജയൻ പറയുന്നുണ്ട്, ആരും പറഞ്ഞു കേൾപ്പിച്ചല്ല, ഞാനവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുക. എന്നിട്ട് പറയാം, നിൻ്റെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എൻ്റെ അമ്മയ്ക്ക് മുല്ലപ്പൂ കൊടുത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയത് നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴൊന്നും ദേവേനെ ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് ചോദിക്കുകയാണ്, അതിന് ഞാൻ വന്ന പോലെയാണോ അവൾ വന്നതെന്ന് ചോദിക്കുമ്പോൾ ജയൻ പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ വ്യത്യാസം? നീ ഇവിടെ വീട്ടിൽ വലതുകാല് വെച്ച് വിളക്ക് മേടിച്ച് കയറി വന്നേ, നയനും മോളും അങ്ങനെ തന്നെയല്ലേ വന്നേ, ഇനി അവൾ ചാടി വല്ലതാണ് വന്നതെന്നൊക്കെ ചോദിച്ച് കളിയാക്കുവാണ് കേട്ടോ ദേവയാനിനെ. അത് കഴിയുമ്പോൾ എല്ലാം കേട്ട് ദേവയാനിക്ക് ദേഷ്യം വരുവാണ്. ആ സമയത്ത് ജയൻ പറയുന്നുണ്ട്, ഒന്നേ ഉള്ളൂ എന്നോർത്ത് എല്ലാ സ്നേഹവും ആദർശനും കൊടുത്ത് വളർത്തി, എന്നിട്ട് അവനൊരു ജീവിതം കൊടുക്കാണ്ട് പിടിച്ചു വെക്കുന്നത് ശരിയല്ല, ഇതൊരു മാനസിക അവസ്ഥയാണെന്ന് പറയുമ്പോഴത്തേക്കും ദേവയാനി പറയുന്നുണ്ട്, എനിക്കിനി വട്ടാന്നാണോ പറഞ്ഞു വരുന്നത്? ആ വട്ടാണെങ്കിൽ തന്നെ അതിന് കാരണം മരുമോളാന്ന് പറയുവാണ്. ആ സമയത്ത് ജയൻ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള സമയത്ത് ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ ഒക്കെ കണ്ടിരിക്കുന്നതല്ല, മനസ്സൊക്കെ ഇടയ്ക്കൊന്ന് ശുദ്ധിയാക്കുന്നത് എന്തുകൊണ്ടും നല്ലതെന്ന് പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന ദേവയാനിക്ക് ദേഷ്യം വരുന്നുണ്ട്, പക്ഷേ ഒന്നും മിണ്ടുന്നില്ല. അത് കഴിയുമ്പോൾ ജയൻ അങ്ങ് പോവാണ് കേട്ടോ. ഇങ്ങനെ ഓരോ കാര്യം ഇങ്ങനെ ആലോചിച്ച് അവിടെ ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് നമ്മുടെ ദേവയാനി. പിന്നെ കാണിക്കുന്ന ആദർശിൻ്റെ മുറിയിലോട്ട് നയന വരുവാണ് കേട്ടോ. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, അനിയുടെ കല്യാണം വിളിക്കാൻ വേണ്ടി പോകണം, നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഒരു വീട്ടിലും വിരുന്നിനൊന്നും പോയിട്ടില്ലല്ലോ, നീ എൻ്റെ ഭാര്യയായിട്ട് ഇപ്പോഴും ഉണ്ടെന്ന് നാട്ടുകാർക്കും ഒന്നും അറിയണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ ആദർശിനോട് നയന പറയുന്നുണ്ട്, 2 വർഷം വേണ്ടി വന്നല്ലേ ഭാര്യ ഇങ്ങനെ ഉണ്ടെന്ന് നാട്ടുകാരെ കാണിക്കാൻ, അതും സ്വന്തം അനിയൻ്റെ കല്യാണം വരെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുവാണ്, അതൊക്കെ അതെ, എങ്കിലും ഇപ്പോഴേലും പോകാൻ പറ്റിയില്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ്. ആ സമയത്ത് നയന പറയാം, ഓക്കെ, എനിക്കും എല്ലായിടത്തും ആദർശൻ്റെ കൂടെ പോകണമെന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്, ഒരു കാര്യം ചെയ്യുമോ, എനിക്കൊരു സാരി സെലക്ട് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുവാണ് കേട്ടോ. ആ സമയത്ത് ആദർശ് ചോദിക്കുന്നുണ്ട്, നീ ഒരു വലിയ ഡിസൈനറല്ലേ, പിന്നെ നിനക്ക് എൻ്റെ ഹെൽപ്പിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറയുമ്പോൾ നയന പറയാം, എന്നാലും സെലക്ട് ചെയ്തത് ആ പ്ലേസ് എന്ന് പറയുമ്പോൾ ആദർശ് ചെല്ലുവാണ് കേട്ടോ. ആ സമയത്ത് ആദർശിൻ്റെ അമ്മ മേടിച്ചു കൊടുത്ത ആദർശിന് ഇഷ്ടമുള്ള ഒരു ഷർട്ട് നയന എടുത്തോട്ട് പറയാം, ഇത് ഇട്ടാൽ മതിയെന്ന് പറയുകയാണ്. തിരിച്ചും ആദർശ് നയനയ്ക്ക് ഒരു സാരിയൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. പിന്നെ അവർ രണ്ടും ഒരുമിച്ച് യാത്ര ചെയ്യുവാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് ആദർശ് അനിയുടെ ഓരോ കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. ഞങ്ങൾ തമ്മിൽ 5 വയസ്സിന് വ്യത്യാസമുണ്ട്, പക്ഷേ എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്, അബിയുടെ സ്വഭാവത്തിന് നേരെ ഓപ്പോസിറ്റാണ്, അവൻ്റെ മനസ്സിൽ ആരോ ഉണ്ട്, ആരാണെങ്കിലും അവനത് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് സാധിച്ചു കൊടുക്കും എന്നൊക്കെ പറയുവാണ് കേട്ടോ. ആ സമയം നയന ചോദിക്കുന്നുണ്ട്, അതിപ്പോൾ ഏത് സാഹചര്യത്തിലും കൊച്ചാണെങ്കിലും ആദർശമായിട്ടും സമ്മതിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ എതിർക്കാനൊക്കെ ശ്രമിക്കും, പക്ഷെ അവൻ്റെ മനസ്സിലൊന്നും ഭയങ്കര വിഷമമുണ്ടെന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് ഞാനവനെ സപ്പോർട്ട് ചെയ്യും, എനിക്ക് അവൻ വേദനിക്കുന്ന സഹിക്കില്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോൾ നയന പറയാം, അതൊന്നും വേണ്ട ആദർശേട്ടാ, അനാമിക ഈ വീട്ടിൽ വന്ന് കയറാൻ വേണ്ടി ഒരുപാട് സ്വപ്നം കണ്ടിപ്പോൾ നിൽക്കുക, അത് ആ പെൺകൊച്ചിന് ഒരുപാട് തിരിച്ചടിയാവും എന്ന് പറയുവാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ ആദർശ് ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുവാണ്. അങ്ങനെ അവർ രണ്ടും കൂടെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വന്നത് നമ്മുടെ നയനയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കല്യാണത്തിനുള്ള ഡ്രസ്സും കൊണ്ടൊക്കെയാണ് വന്നത്. ആ സമയത്ത് ഗോവിന്ദൻ ഇങ്ങനെ ഓണത്തിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിട്ട് ഇരിക്കുവാണ്. ആ സമയത്ത് ആദർശ് ചോദിക്കുന്നുണ്ട്, നയനനെ ഇവിടെ നിർത്തണോ എന്ന് ചോദിക്കുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, വേണ്ട, മോൻ്റെ കാര്യത്തിന് കഷ്ടമായി, മോള് കഴിഞ്ഞവണ് വന്നപ്പം തന്നെ പറഞ്ഞായിരുന്നു, അതുകൊണ്ട് എന്തായാലും അവിടെ നിൽക്കട്ടെ എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും നന്ദു അങ്ങ് വരുമ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയുക, നന്ദുവും നമ്മുടെ അനിയും നല്ല ഫ്രണ്ട്സ് അല്ലേ, അവന് 3 ബ്രാഞ്ച് കല്യാണം കഴിഞ്ഞ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചേക്കുന്നത്, അപ്പോൾ നന്ദുവിന് നല്ല ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടല്ലോ, അവളവിടെ എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുകയാണ് കേട്ടോ. ആ സമയത്ത് നയന പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, അവൾക്കത്ര ക്വാളിഫിക്കേഷനൊന്നും ഇല്ല എന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അതെന്താ, അവൾ പഠിച്ച കൊച്ചല്ലേ എന്ന് ചോദിക്കുമ്പം നമ്മുടെ നന്ദു നൈസായിട്ട് പറയുന്നുണ്ട്, കുറച്ചുകൂടെ പഠിക്കാനൊക്കെ ഉണ്ട് ആദർശേട്ടാ, അതൊക്കെ കഴിഞ്ഞ് മതിയെന്ന് ആഗ്രഹം എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഗോവിന്ദൻ പറയാം, നിങ്ങൾ രണ്ടും കൂടെ ഓണത്തിന് വരുവാണെങ്കിൽ വലിയ സന്തോഷമാവും, 2 വർഷം ആയില്ലേ, ഇത് 2ാമത്തെ ഓണമാണ്, പിന്നെ വരുമ്പോൾ ഒരു കുഞ്ഞിക്കാലും കൂടെ, ഒരു കുഞ്ഞൊക്കെ ഉണ്ടാവേണ്ട സമയമായി, ഒരു കുഞ്ഞിക്കാലൊക്കെ കാണാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ടെന്നൊക്കെ പറയുവാണ് കേട്ടോ. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ സമയമില്ല അച്ഛാ എന്ന് പറയുവാണ്. പിന്നെ നമ്മുടെ നയന നമ്മുടെ നന്ദുവിനെ ഉപദേശിക്കുവാണ് കേട്ടോ, എനിക്കാകെ വിഷമമുണ്ട്, പക്ഷേ കല്യാണം കഴിഞ്ഞാണെങ്കിലും അവരൊരു ജോലി ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ മോള് സ്വീകരിക്കേണ്ട, കാരണം അത് അവരുടെ കുടുംബജീവിതത്തെ
പിന്നെയും ബാധിക്കും. മോക്കിപ്പം ഞങ്ങളുടെ കാര്യം തന്നെ അറിയാലോ, എൻ്റെ ജീവിതം തന്നെ ആ മുത്തശ്ശനും മുത്തശ്ശിയും ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് നന്ദുവിനോട് ഓരോ കാര്യം. നന്ദു പറയുന്നുണ്ട്, ചേച്ചി എൻ്റെ സൈഡിൽ നിന്ന് ഒരു തെറ്റുണ്ടാവും ഓർത്ത് പേടിക്കണ്ട, അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. പിന്നെ ആദർശേട്ടൻ അബിയെ പോലെയല്ല, ഒരുപാട് നന്മയുള്ള ആളാണ്. സോ സ്നേഹിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചേച്ചീനെ തിരിച്ച് സ്നേഹിക്കും എന്നൊക്കെ പറയുവാണ് കേട്ടോ. ആ സമയത്ത് നയന നന്ദുവിനോട് പറയുന്നുണ്ട്, മോൾ നല്ലപോലെ പഠിച്ച് ടെസ്റ്റൊക്കെ എഴുതി പാസ്സായി ഒരു ജോലിയിലൊക്കെ കയറണം, എന്നിട്ട് വേണം നിനക്ക് ചേർന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ച് നിൻ്റെ കല്യാണം നടത്താൻ. അങ്ങനെ നിൻ്റെ ജീവിതത്തിൽ നല്ല രീതിക്ക് പോകുന്ന കാണാൻ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒരു യോഗം വേണമെന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോൾ നന്ദു എല്ലാം ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.